Hi dears, welcome back to Fashion Week Designs. Mulk cotton fabric batik print and a daman portion heavy at the cutwork embroidery വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോവാ. കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പും ദുപ്പട്ടയെല്ലാം വന്നിരിക്കുന്നത്. ഇത്രയും 5 കളർ ഷെയ്ഡ്സിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മുടെ ഒരു ഒണിയൻ പോലെ നിൽക്കുന്നുണ്ട്, വൈൻ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്രിക്ക് റെഡിന്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട്, നല്ലൊരു ഗ്രേ സിമെന്റ് ഗ്രേ ഷെയ്ഡ്, പിന്നെ ഞാൻ ഇട്ടേക്കുന്ന വയലറ്റ് കളർ ഷെയ്ഡ്. ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഇതിന്റെ ദാമൻ ബോർഡർ വളരെ ഹെവി ആയിട്ട് കട്ട് വർക്കും എംബ്രോയിഡറി പാറ്റേണും ആണ് അതിൽ ചെയ്തേക്കുന്നത്. ദാമൻ ബോർഡർ, ബാക്കി ടോപ്പ് ഓൾ ഓവർ, അതായത് ഫ്രണ്ട് പാനലാണ്, ബാക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരുന്നത്. ഫ്രണ്ടിൽ ബത്തീക് പ്രിന്റും ഇതിന്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ എംബ്രോയിഡറി പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വന്നിട്ട് കോട്ടൺ ഫാബ്രിക് ആണ്. ഇതേപോലെ ബാട്ടിക് പ്രിന്റ് വന്നേക്കുന്ന ദുപ്പട്ടയാണ് ചെയ്തേക്കുന്നത്. ടോൺ ടു ടോൺ ചാർട്ടാണ്. അതിൽ വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ബാട്ടിക് പ്രിന്റ് ചെയ്തേക്കുക. ബോട്ടം സാൻഡ് ടോൺ. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഗ്രേ എന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പക്ക ഗ്രേ അല്ല, ഇതിലൊരു എന്താ പറയുക, ഒരു ഓക്കിഡിന്റെ ഒരു ചെറിയൊരു വയലറ്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡിന്റെ മിക്സ് വന്നിരിക്കുന്ന ടൈപ്പ് ഒരു കളർ ഷെയ്ഡാണ്. കുറച്ച് റയർ ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്. ഇതാണ് എൻ്റെ ദാമൻ ബോർഡർ. ഇതുണ്ടോ എംബ്രോയിഡറി വിത്ത് കട്ട് വർക്ക് പാറ്റേൺ. അത് ദാമൻ പോർഷനിലാണ്. ബാക്കി പോർഷനിൽ വരുമ്പം ഇതുപോലെ ബത്തിക് പ്രിന്റും. ഇതിനിടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണത്തില്ലായിരിക്കും, ഇതിന് ഇടയ്ക്കൂടെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് ടോപ്പിൽ കൂടെ ഇതുണ്ടോ, ഇതേപോലെ ഇടയ്ക്കൂടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അത്ര ക്ലിയർ അല്ല. ഈ ഒരു ബാട്ടിക് പ്രിന്റ് വന്നിരിക്കുന്നതും ഡാർക്ക് കളറും ആയതുകൊണ്ട് നമുക്ക് അത്രയും പെട്ടെന്ന് അത് നോക്കിയാൽ മനസ്സിലാവില്ല. ഫ്രണ്ടിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ആൻഡ് ബാക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ്, കോട്ടൺ ഫാബ്രിക് തന്നെ, മിൽക്ക് കോട്ടൺ ആണ്. ഇതാണ് ടോപ്പിന്റെ ദാമൻ വന്നിട്ട് ഇങ്ങനെ വരും. ഇത് ഭയങ്കര അതായത് ടോപ്പ് ഭയങ്കര ലെങ്തിയാണ്. 2.6 കൂടുതലും വന്നിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് സ്ലീവ് ഒക്കെ എങ്ങനെ വേണേലും കൊടുക്കാൻ പറ്റും. ആ ദാമൻ പോർഷൻ, ആ ഒരു ഫ്രണ്ട് പാനലിൽ നിന്നും എടുത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ലെങ്തി ആയിട്ടാണ് ഇതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത്. ഇതേപോലെ നിൽക്കും. ഒരു സെറ്റിൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. പക്ക ഒരു ഗ്രേ അല്ല, അതിലൊരു ചെറിയൊരു വൈലറ്റിന്റെ ഒരു മിക്സ് വരുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് പാനൽ വളരെ ലെങ്തിയാണ്. ഭയങ്കര വിട്ട് വരുന്നില്ല, ഒരു നോർമൽ വിട്ടേ ഫാബ്രിക്കിന് വരുന്നുള്ളൂ. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്. അടുത്ത കളർ ഷെയ്ഡ് ഉണ്ട്. ഇത്രയും വിട്ടേ ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നുള്ളൂ. ബട്ട് ഭയങ്കര ലെങ്തിയാണ് ഫാബ്രിക് വന്നിട്ട്. ഡയമണ്ട് ബോർഡർ. ഇതൊരു വെറൈറ്റി കളർ ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് ബ്രൗണിൽ ഒരു റെഡ് ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു സ്പെഷ്യൽ കളർ ഷെയ്ഡാണ്. ഇതിനൊക്കെ ടെക്നിക്കലി വേറെ എന്തെങ്കിലും കളർ ഷെയ്ഡ് എന്നൊരു പേര് കാണും, അതിപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നുണ്ടോ, വിത്ത് ബാട്ടിക് പ്രിന്റ്. ഇത് ദാമൻ ബോർഡർ വന്നിരിക്കുന്നു. ആണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പ് ദുപ്പട്ട സാൻഡൂൺ ആണ്. ബോട്ടം 1080 ആണ് പ്രൈസ് റേഞ്ച്. ഒരു വൈൻ ഷെയ്ഡിലാണ് ഈ ഒരു കളർ ടോൺ. ഈ പാറ്റേൺസ് സെയിം. ബാക്ക് പാനൽ പ്ലെയിൻ ആണ്. ഫ്രണ്ടിലാണ് ഈ കട്ട് വർക്കും ഓൾ ഓവർ ബാത്തിക് പ്രിന്റും ചെറിയ ചെറിയ എംബ്രോയിഡറീസും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഒരു ഒണിയൻ പിങ്കിന്റെ ഒരു കളർ ഷെയ്ഡാണിത്. ഇതേപോലെ നിൽക്കും. ഓവറോൾ ലുക്ക് പാറ്റേൺസ് സെയിം. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.